മറ്റൊരു വാർത്ത, അത് ഫസ്റ്റ് ഓൺ റിപ്പോർട്ടർ. മുൻ സർക്കാരിന്റെ കാലത്ത് വഴിവിട്ട നിയമനം ലഭിച്ച ബോഡി ബിൽഡർ ഷിനു ചൊവ്വയെ പുറത്താക്കും. ഷിനു ചൊവ്വയുടെ പരിശീലനം നിർത്തിവെക്കാൻ മന്ത്രി രമേശ് ചെന്നിത്തല നിർദ്ദേശം നൽകി. SII നൽകി വരുന്ന പരിശീലനം നിർത്തിവെക്കാനും പരാതികളിൽ അടിയന്തര റിപ്പോർട്ട് സമർപ്പിക്കാനും DGPക്ക് നിർദ്ദേശം. നിയമനം റദ്ദാക്കുന്നതിന് മുന്നോടിയായാണ് നടപടി. ശാരീരികക്ഷമതാ പരീക്ഷയിൽ പരാജയപ്പെട്ട ഷിനുവിന് നിയമനം നൽകിയതിൽ CPIM ബന്ധമെന്ന ആക്ഷേപം ഉയർന്നിരുന്നു. എന്നാൽ നിയമനം റദ്ദാക്കുന്നത് കായിക താരങ്ങളോടുള്ള വെല്ലുവിളിയെന്ന് ഷിനു ചൊവ്വ റിപ്പോർട്ടറിനോട് പറഞ്ഞു. ഇതിനെതിരെ നിയമപരമായി നേരിടുമെന്നും ഷിനു ചൊവ്വ പറഞ്ഞു. കേൾക്കാം. പൂർണ്ണമായും നിയമപരമായിട്ട് മാത്രമാണ് ഞാൻ ഈ നിയമനം നേടിയിട്ടുള്ളത്. അതുകൊണ്ട് നിയമത്തിൽ പൂർണ്ണ വിശ്വാസമുണ്ട്. ഇതിനെതിരെ ഏത് അറ്റം വരെ ഞാൻ പോകും. ഞാനിപ്പോൾ ഒരു ഹൈക്കോടതിയിലേക്ക് ലീഗലി ഇതിന് അനുസൃതമായിട്ട് മൂവ് ചെയ്യാൻ പോവുകയാണ്. വിളിച്ചു വരുത്തിയിട്ട് ഇലയിട്ടിട്ട് ചോറില്ല എന്ന് പറയുന്ന ഒരു അവസ്ഥയാണ് ഇപ്പോൾ എന്നോട് കാണിച്ചിരിക്കുന്നത്. ഞാനൊരു രാഷ്ട്രീയക്കാരനല്ല, ഞാനൊരു കായിക താരമാണ്. ഇതൊരു കായിക മേഖലയോടുള്ള ഒരു വെല്ലുവിളിയാണെന്നാണ് പറയാനുള്ളത്. ഹരിമോഹൻ ചേരുന്നു. ഹരി, വിളിച്ചു വരുത്തി ഇലയിട്ടിട്ട് ചോറില്ലെന്ന് പറയുന്ന മനോഭാവമാണെന്നാണ് പറയുന്നത്. പക്ഷേ ഇപ്പൊ നിലവിൽ ഭരണപക്ഷം എടുക്കുന്ന ഒരു നിലപാട് ആ ഇലയിട്ടതിൽ എന്തെങ്കിലും വഴിവിട്ട കളികൾ നടന്നിട്ടുണ്ട് എന്നുള്ളതാണ് അവരുടെ പക്ഷം. പക്ഷേ നിയമ നടപടികളുമായി മുന്നോട്ട് പോകാനാണ് ഇദ്ദേഹത്തിന്റെ തീരുമാനം, അല്ലേ? റോഷ്നി, തീർച്ചയായിട്ടും ഇലയിട്ടിട്ട് കുറെ കാലമായി. അതായത് പിണറായി സർക്കാരിന്റെ അവസാന കാലത്താണ് ഇങ്ങനെ ഒരു നിയമനം നടത്താൻ വേണ്ടിയുള്ള തീരുമാനത്തിലേക്ക് എത്തിയത്. അതായത് സാധാരണ ഈ സ്പോർട്സ് കോട്ടയിലൊക്കെ ജോലി നൽകുന്ന ഒരു സമയത്ത്, സ്പോർട്സ് കോട്ട എന്ന് പറയുമ്പോൾ അതിനകത്ത് ഉൾപ്പെട്ടിട്ടുള്ള ചില കായിക ഇനങ്ങളുണ്ട്. ആ കായിക ഇനത്തിൽ ഇതേവരെ ഇടം പിടിക്കാത്ത ഒന്നാണ് ഈ ശരീര സൗന്ദര്യ മത്സരം അഥവാ ബോഡി ബിൽഡിംഗ് എന്ന് പറയുന്നത്. അന്ന് മന്ത്രിസഭാ യോഗമാണ് ഷിനു ചൊവ്വയ്ക്കും ചിത്രേഷ് നടേഷിനും ജോലി നൽകാൻ വേണ്ടി, പോലീസിൽ എടുക്കാൻ വേണ്ടി തീരുമാനിച്ചത്. അന്ന് ചൂണ്ടിക്കാണിച്ചത്, അല്ലെങ്കിൽ മന്ത്രിസഭാ യോഗം വിലയിരുത്തിയത്, ഇവർ സംസ്ഥാനത്തിനും രാജ്യത്തിനും വേണ്ടി കരസ്ഥമാക്കിയിട്ടുള്ള നേട്ടങ്ങൾ അത് പരിഗണിച്ചുകൊണ്ട് ശരീര സൗന്ദര്യ മത്സരമാണെങ്കിൽ പോലും ഇവർക്ക് പോലീസിൽ ജോലി നൽകാമെന്നുള്ളതാണ്. ആദ്യം അങ്ങനെ ഒരു തീരുമാനം വന്ന് അന്ന് തന്നെ തുടക്കത്തിൽ തന്നെ അതിനൊരു എതിർപ്പുകൾ ഉണ്ടായിരുന്നു. മാസങ്ങൾ മുമ്പായിരുന്നു വലിയ തോതിൽ ഇവർക്ക് CPM ബന്ധമുണ്ട് എന്നുള്ള കാര്യം ആരോപിക്കപ്പെടുകയൊക്കെ ചെയ്തിരുന്നു. പക്ഷേ നിയമനത്തിൽ ഉറച്ചു നിൽക്കാൻ തന്നെ സംസ്ഥാന സർക്കാർ തീരുമാനിച്ചു. തുടർന്ന് രണ്ടുപേർക്കും ഇതിനു വേണ്ടിയിട്ടുള്ള കായികക്ഷമതാ പരീക്ഷ നടത്തി. ആ കായികക്ഷമതാ പരീക്ഷയിൽ ഷിനു ചൊവ്വ പരാജയപ്പെട്ടു എന്നുള്ളതാണ് പ്രധാന കാര്യം. അതിൽ ഓട്ട മത്സരത്തിലാണ് പരാജയപ്പെട്ടത്. ചിത്രേഷ് നടേശനാവട്ടെ ഇതിൽ പങ്കെടുത്തതുമില്ല, ആ പരീക്ഷയിൽ പങ്കെടുത്തതേ ഇല്ല എന്നുള്ളത് കൂടി അതിനകത്ത് വിചിത്രമായിട്ടുള്ള കാര്യമാണ്. അങ്ങനെ ഈ രണ്ട് സംഭവങ്ങൾ, ഒരാൾ പരാജയപ്പെട്ടു, ഒരാൾ പങ്കെടുക്കാതിരുന്നിട്ട് കൂടി കുറച്ചു കാലം കഴിഞ്ഞപ്പോൾ വീണ്ടും ഈ നിയമനം നൽകാനുള്ള ഒരു തീരുമാനത്തിലേക്ക് വീണ്ടും സർക്കാർ എത്തി എന്നുള്ളതാണ്. അങ്ങനെ ADGP, അതായത് പോലീസ് ആസ്ഥാനത്തിന്റെ ADGP S ശ്രീജിത്താണ് ഒരു റിപ്പോർട്ട് നൽകിയത്. അതായത് ഈ ഓട്ട മത്സരം നിർബന്ധമല്ല, ഇവർ ശരീര സൗന്ദര്യ മത്സരത്തിലെ വിജയികളായതുകൊണ്ട് ഇവർക്ക് ഓട്ട മത്സരം നിർബന്ധമല്ല, ഒരു പ്രത്യേക സാഹചര്യം കണക്കിലെടുത്തുകൊണ്ട് ഇവർക്ക് നിയമനം നൽകാൻ കഴിയുമെന്നുള്ളൊരു ശുപാർശ ADGP DGPക്ക് നൽകുന്നു. അങ്ങനെ DGP ഇവരെ രണ്ടുപേരെയും കൂടി നിയമിക്കാനുള്ള ഒരു ഉത്തരവ് ഒപ്പിടുകയാണ്. അന്ന് DGP ഒരു എതിർപ്പൊക്കെ തന്നെ സർക്കാരിനോട് പറഞ്ഞിരുന്നു. പക്ഷേ സർക്കാർ അതിനകത്ത് ഉറച്ച നിലപാടിൽ തന്നെ നിൽക്കുകയായിരുന്നു, ജോലി നൽകണമെന്നുള്ളത്. അങ്ങനെ DGP അവസാനം ആ ഉത്തരവിൽ ഒപ്പിട്ടു. ആ ഉത്തരവ് എന്ന് പറയുന്നത് 1 വർഷം ഇവർക്ക് പരിശീലനം നൽകണം. ആ പരിശീലനം നൽകിയ ശേഷം മാത്രമേ ഔദ്യോഗികമായി ഒരു നിയമനം, SIമാരായി നിയമനം നൽകാൻ പാടുള്ളൂ എന്നുള്ളതായിരുന്നു DGPയുടെ ഉത്തരവ്. അങ്ങനെ പരിശീലനത്തിന് മുന്നോടിയായി ഒരു വൈദ്യപരിശോധന നടത്തണം. അത് സ്വാഭാവികമായിട്ട് അങ്ങനെ ഒരു വൈദ്യപരിശോധന നടത്തേണ്ടതുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അങ്ങനെ ഷിനു ചൊവ്വയുടെയും ചിത്രേഷ് നടേഷിന്റെയും വൈദ്യപരിശോധന നടത്തിയപ്പോൾ ചിത്രേഷ് നടേശന്റെ പാദങ്ങൾ പരന്നതാണ് എന്ന് കണ്ടുകൊണ്ട് ആ പരീക്ഷയിൽ പരാജയപ്പെട്ടു. അപ്പോൾ SI ആയിട്ട് നിയമനം നൽകാൻ ഒരു സാധ്യതയും ഇല്ലായിരുന്നു. സംസ്ഥാന സർക്കാർ കിണഞ്ഞു നോക്കിയിട്ടും അതിനകത്ത് നിയമനം നൽകാൻ കഴിഞ്ഞില്ല. അതോടുകൂടി ചിത്രേഷ് നടേശൻ കംപ്ലീറ്റ്ലി ഔട്ട് എന്ന് പറയാവുന്ന അവസ്ഥയിലേക്ക് എത്തി. അപ്പോൾ ഷിനു ചൊവ്വ മാത്രമായി. ഷിനു ചൊവ്വ വൈദ്യപരിശോധനയിൽ വിജയിച്ചതുകൊണ്ട് ആ പരിശീലനം അത് ഇന്നു മുതൽക്കാണ് തുടങ്ങാനിരുന്നത്. അതായത് ഇന്നു മുതൽ 1 വർഷത്തേക്ക് പോലീസ് അക്കാദമിയിൽ പരിശീലനം നൽകും. ആ പരിശീലനത്തിന് ശേഷം SI ആയി നിയമനം നൽകും. അതാണ് അതിന്റെ ഒരു രീതി എന്ന് പറയുന്നത്. പക്ഷേ ഇന്ന് പരിശീലനം തുടങ്ങാനിരിക്കെ ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല തീരുമാനമെടുത്തിരിക്കുന്നു. അത് നിർത്തിവെക്കണം. തൽക്കാലം ഇപ്പോൾ ഒരു തരത്തിലുള്ള നടപടിയും ഇതിനകത്ത് ഉണ്ടാവാൻ പാടില്ല. DGP ഒരു റിപ്പോർട്ട് തരുന്നതുവരെ ഇതിൽ നിയമനവുമായി ബന്ധപ്പെട്ട നടപടികൾ പാടില്ല എന്നുള്ളതാണ്. അതായത് അനർഹരായ ഒരാൾക്കും നിയമനം നൽകില്ല എന്നുള്ള കാര്യമാണ് രമേശ് ചെന്നിത്തല ഇന്ന് മാധ്യമങ്ങളെ കണ്ടപ്പോൾ പറഞ്ഞത്. റോഷ്നി, ശരി, ഹരിമോഹനാണ് വിശദാംശങ്ങൾ നൽകിയത്. ഇതിൽ എന്ത് സംഭവിക്കുമെന്നുള്ളത് നമുക്ക് കാത്തിരുന്ന് കാണാം.